ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചൈതന്യ ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബ്ലൗസിൻ്റെ കയ്യിലാണ് ഫുൾ ഹാൻഡ് വർക്കും ആരി വർക്കും സാധാ നീഡിൽ വെച്ചിട്ട് ബീഡ്സ് വർക്കും കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ വർക്കാണ്. അപ്പം ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചേക്കണ മെറ്റീരിയൽ കോപ്പറിൻ്റെ സെറി ത്രെഡാണ്. അതും ആരി വർക്ക് ചെയ്യാനുള്ള സൂചി 13 നമ്പർ എടുത്തേക്കണേ. ഇതും വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്യാനായിട്ട് തുടങ്ങാം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ആരി വർക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് ആരി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്താൽ മതി. ഇത് ആദ്യം നമ്മൾ നൂല് 3 പ്രാവശ്യം കെട്ടിട്ട് അടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് കുത്തിയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണേ. ചെയ്ത് നോക്കിയാൽ കുറേ ദിവസം പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. എല്ലാവരും ശ്രമിച്ച് നോക്കുക. എന്നിട്ട് നമ്മുടെ സൈഡിലേക്ക് ടുലിപ്പ് എന്ന് എഴുതിയേക്കണ ഈ സൈഡ് കൊണ്ടാണ് നമ്മളിങ്ങോട്ട് ചെയ്യണത്. ഏത് സൈഡിലേക്കാണോ അങ്ങോട്ട് ഇത് തിരിച്ച് പിടിക്കുക. എന്നിട്ടാണ് ഇത് ചെയ്യണത്. ഞാൻ ചെയ്യണ മെത്തേഡ് അങ്ങനെയാട്ടോ. എന്നിട്ട് നമ്മൾ അടിയിലാണ് നൂല് വെച്ചേക്കണേ. എന്നിട്ട് പതുക്കെ ഇങ്ങനെ കുത്തിയെടുക്കുക. ഇങ്ങനെയാണ്. അടുത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയാണ് ഇത് കുത്തിയെടുത്തിട്ട് നമ്മൾ ഇതും കൂടെ എടുത്തിട്ട് ഒന്ന് കെട്ടുപോലെ ആക്കിയിട്ടാണ് ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ ഇത് പെട്ടെന്ന് ഒരു ആരി വർക്കിൻ്റെ ഒരു പ്രത്യേകത അറിയാം. ഒരു സ്റ്റിച്ച് അഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അഴിഞ്ഞു പോവും. അങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ, അതായത് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല, ചെയ്തു കൊടുക്കുമ്പോൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ പറയും അയ്യോ ഇത് അഴിഞ്ഞു പോയി എന്ന് പറയും. അതിൽ ഭേദം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ചെയ്യുക. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. അതിങ്ങനെ പതുക്കെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് അടിയിലത്തെ നൂലിങ്ങനെ കൊളുത്തി ഇങ്ങനെ ഇതിലേക്ക് വലിക്കുക. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ സ്റ്റിച്ച് അങ്ങനെയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുറേ ദിവസം പ്രാക്ടീസ് ചെയ്താൽ നമുക്കിത് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. എന്നാൽ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കെട്ടിടാൻ നേരത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിങ്ങനെ ആദ്യത്തെ ഇതിങ്ങനെ ഇത്തിരി നീളത്തിലിങ്ങനെ എടുത്തു കൊണ്ടുവരും. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റിച്ചോടെ കൊടുക്കും. എന്നിട്ട് ഇതിങ്ങനെ വിട്ടിട്ട് നമ്മൾ ആദ്യം ഇട്ടേക്കണ ആ നീളത്തിലുള്ള ആ സ്റ്റിച്ച് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യണേ. ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് പതുക്കെ അടിയിലത്തെ നൂലിങ്ങനെ വലിച്ചു കൊടുക്കുക. അന്നേരം ഇങ്ങനെ കെട്ട് കറക്റ്റായിട്ട് വന്നു. ഫുള്ളിങ്ങനെ ആരി വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കോപ്പർ കളർ നൂല് സെറി ത്രെഡ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തേക്കണത്. അതിന് ശേഷം നമുക്ക് കോപ്പറിൻ്റെ കളർ തന്നെ ബീഡ്സും കൊണ്ട് നമുക്കിതൊന്ന് ചെയ്യാനായിട്ട് തന്നെ. ഇതാണ് ഞാൻ കോപ്പറിൻ്റെ ബീഡ്സ്, ഇതാണ് കേട്ടോ ഈ കളർ. നല്ല ഭംഗിയുള്ള ബീഡ്സാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് ഞാൻ സാധാരണ സൂചി നൂലും വെച്ചിട്ടാണ് ചെയ്യണത്. കാരണം അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ ഇതാവുമ്പം വെറുതെ ഇങ്ങനെ അങ്ങ് കോർത്ത് കൊടുത്തേച്ചാൽ മതി. വളരെ അടുത്ത സ്റ്റിച്ച് ആയതുകൊണ്ട് ഇതങ്ങനെ ഇളകിയൊന്നും പോവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇങ്ങനെയാണ് ചെയ്യണത്. ഞാനത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന വർക്കാണ്. ഇത് 2 ബ്ലൗസിൻ്റെ കൈയാണ്. ഓണത്തിനൊക്കെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സാരി ബ്ലൗസൊക്കെ ഉപയോഗിക്കണവർക്ക് തന്നെ ചെയ്യണവർക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്.
ഇതേപോലെ ചെയ്ത് ഇത് ചെയ്തു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിൻ്റെ മറ്റേ കൈ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെയാണ് അതിൻ്റെ കൈ. നല്ല മനോഹരമായൊരു ഡിസൈനാണ്. ആർക്ക് വേണമെങ്കിലും ബ്രൈഡ്സിനൊക്കെ ചെയ്ത് നോക്കാം. സിമ്പിളാണ്. ഇതാണ് ഒരു കൈ ഞാൻ ഫുൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.